നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മേക്കടമ്പ് സെന്റ് ജോർജ് പള്ളിക്ക് മുന്നിൽ കാറപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ഉണ്ടായ അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. പാലം ബ്ലോക്ക് ചെയ്ത ഓണാഘോഷം. മൂവാറ്റുപുഴയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. പ്രതിഷേധത്തെ തുടർന്ന് തോരണങ്ങൾ നീക്കി പാലം തുറന്നുകൊടുത്തു. ലഹരി വിരുദ്ധ പോരാട്ടം. മൂവാറ്റുപുഴയിൽ ശക്തമാക്കാനൊരുങ്ങി പോലീസ്. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ കർശനമായ നടപടി സ്വീകരിക്കും. പെൻഷൻ ലഭിക്കാത്തതിനെതിരെ പ്രക്ഷോഭം നടത്താനൊരുങ്ങി കേരള യുവജന കർഷക സമിതി. പ്രക്ഷോഭത്തിന്റെ 1ാം ഘട്ടം എന്ന നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തും. മൂവാറ്റുപുഴ CDSന്റെ ഓണ വിപണന മേളയ്ക്ക് തുടക്കം. മേള ഓഗസ്റ്റ് 21 മുതൽ 25 വരെ മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് സമീപം. ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മേക്കടമ്പ് സെന്റ് ജൂഡ് പള്ളിക്ക് മുന്നിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ഉണ്ടായ അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മേക്കടമ്പ് സെന്റ് ജൂഡ് പള്ളിക്ക് മുന്നിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 4:00 മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് പോകുകയായിരുന്ന കാറും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ യാത്രക്കാരെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് മൂവാറ്റുപുഴ അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാലം ബ്ലോക്ക് ചെയ്ത് ഓണാഘോഷം. മൂവാറ്റുപുഴയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. പ്രതിഷേധത്തെ തുടർന്ന് തോരണങ്ങൾ നീക്കി പാലം തുറന്നുകൊടുത്തു. നഗരസഭയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിലെ ചെറിയ പാലം അടച്ചുകെട്ടി ദീപാലങ്കാരം നടത്തിയതിനെ തുടർന്ന് നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്ക്. അലങ്കാര തോരണങ്ങൾ താഴ്ത്തിക്കെട്ടിയതോടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവുകയും തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയുമായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 3-4 ദിവസമായി നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഗതാഗത സ്തംഭനം പാലം കൂടി അടച്ചതോടെ അതീവ രൂക്ഷമായി മാറി. നഗരവാസികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നതോടെ നഗരസഭയുടെ തെറ്റായ നടപടികൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന പൊതുപ്രവർത്തകൻ MJ ഷാജി പാലത്തിന്റെ കവാടത്തിൽ കിടന്ന് ഒറ്റയാൾ സമരം ആരംഭിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ ഈ ഓണത്തിന്റെ തിരക്ക് ഗൗരവമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഗതാഗത സ്തംഭനമായിരുന്നു. അതിനിടയിൽ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ പേരിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ ഈ ചെറിയ പാലം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് 3-4 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്ത് ഈ തോരണം, അതായത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു വലിയ വാഹനത്തിന്, ഒരു ബസ്സിനോ അല്ലെങ്കിൽ ഒരു 407 ലോറിക്കോ കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ അടച്ചു കെട്ടി ഈ പാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് തികച്ചും അന്യായമാണ്, പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ ഞാൻ അവിടെ മുതൽ ഇവിടെ റോഡിന് വട്ടം കിടന്ന് പ്രതിഷേധ സമരം നടത്തി. ഒടുവിൽ പോലീസ് അധികാരികൾ വന്നു. അവരായിട്ട് വന്ന് ചർച്ച ചെയ്ത് അത് മുഴുവൻ അഴിച്ചു മാറ്റി ഗതാഗതം സുഗമമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അധികാരികൾ സ്ഥലത്തെത്തി ചർച്ച നടത്തുകയും പാലത്തിലെ വൈദ്യുതി അലങ്കാര തോരണങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. തോരണങ്ങൾ മാറ്റിയതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നടപടിയുമായി മൂവാറ്റുപുഴ പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിലെ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് DYSP KR മനോജ്. ലഹരി വിരുദ്ധ പോരാട്ടവും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്കും നിയന്ത്രിക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് മൂവാറ്റുപുഴ DYSP. സർക്കാരിന്റെ പ്രധാന ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ
മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ കർശനമായി നടപ്പിലാക്കുമെന്നും മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ പോലീസിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കുമെന്നും ഡിവൈഎസ്പി കെ.ആർ. മനോജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എംസി റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഓണക്കാലത്തെ തിരക്ക് പ്രമാണിച്ച് റോഡ് തടസ്സപ്പെടാത്ത രീതിയിൽ കൃത്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായ ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് വളരെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മൂവാറ്റുപുഴ പോലീസിൻ്റെ കഴിവിൻ്റെ പരമാവധി ഫോഴ്സ് ഉപയോഗിച്ച് മൂവാറ്റുപുഴയിൽ നിന്ന് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉപയോഗവും വിപണനവും അതിൻ്റെ കച്ചവടം ഇതെല്ലാം മാക്സിമം ഒഴിവാക്കുന്നതിനും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പോലീസിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു ടീമിനെ ഉണ്ടാക്കുകയും അതിനെതിരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കുകയാണ് എൻ്റെ ഒരു പ്രാരംഭമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേഷനിലും സബ് ഇൻസ്പെക്ടർമാരാണ് ഇപ്പോൾ SHOമാരാകുന്നത്. അപ്പോൾ ഒരു ലെവൽ സൂപ്പർവിഷൻ കൂടി നമുക്ക് കിട്ടും. അത് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കാണ്. MC റോഡിൽ പലപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ടാകാത്ത രീതിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ച് അതോടെ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് വളരെയധികം ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ആളുകളും വാഹനങ്ങൾ റോഡിലിറങ്ങാറുണ്ട്. അപ്പോൾ അത് റോഡ് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ കഴിയാവുന്ന രീതിയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഗുണ്ടകൾക്കും ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗുണ്ടകൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സാധാരണ ഒരു പോലീസ് ഞങ്ങൾ സാധാരണ ചെയ്യിൽ നിന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കുമെതിരെ ഓപ്പറേഷൻ ഗ്രിപ്പ് വഴി ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളും. സബ് ഇൻസ്പെക്ടർമാർ SHOമാരായി പ്രവർത്തിക്കുന്ന സ്റ്റേഷനുകളിൽ മെച്ചപ്പെട്ട മേൽനോട്ടം ഉറപ്പാക്കുമെന്നും സർക്കാരിന്റെ പ്രധാന ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ കർശനമായി നടപ്പിലാക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. പെൻഷൻ ലഭിക്കാത്തതിനെതിരെ പ്രക്ഷോഭം നടത്താനൊരുങ്ങി കേരള യുവജന കർഷക സമിതി. പ്രക്ഷോഭത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തും. 1,00,000 യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഗുണഭോക്താക്കൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കേരള യുവജന കർഷക സമിതി ഭാരവാഹികൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരത്തിനൊരുങ്ങുന്നതെന്ന് കേരള യുവജന കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് KJ ജോഷി, ജനറൽ സെക്രട്ടറി PM തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് ജോണി കുടിയാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിയിടങ്ങളിൽ കൂടി ജീവിതം നയിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് ലഭിക്കുന്നതിനും ഉതകുന്ന രീതിയിലായിരുന്നു ആ പദ്ധതി ആവിഷ്കരിച്ചത്. സർവോപരി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കൂടി മാത്രമായിരുന്നു. എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 1,04,212 പേര് കേരളത്തിൽ ജന്മം കൊടുത്തു. ഒരു കൃഷിഭവനിൽ നിന്ന് 120 പേരെ വെച്ച് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് 1,100 രൂപയും സർക്കാരിൻ്റെ 1,100 രൂപയും അങ്ങനെ 2,200 രൂപ കളക്ട് ചെയ്ത 1,04,212 പേരിൽ നിന്ന് 1,14,00,000 രൂപ അന്ന് സമാഹരിച്ചു. നബാർഡ് ഏജൻസി ആയിട്ടുള്ള പദ്ധതിയാണ് ഈ വലിയൊരു പദ്ധതി തന്നെ. നബാർഡിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ പൈസയൊക്കെ അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. നിശ്ചിത സമയത്തിനുള്ളിൽ കൃഷിഭവനിൽ നിന്ന് 100-120 പേരെ കണ്ടെത്തി അവരിൽ നിന്നും പൈസ ഈടാക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് PP ജോർജ് നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരെയും ഇതേ രീതിയിൽ കളക്ട് ചെയ്തു. മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് 60 വയസ്സ് പൂർത്തീകരിക്കുമ്പം ഈ 1,04,212 പേരും ഓരോരുത്തരും 60 വയസ്സ് പൂർത്തീകരിക്കുമ്പം 30,000 രൂപ മുതൽ 60,000 രൂപ വരെ ഗ്രാറ്റുവിറ്റിയും മന്ത്ലി 1,000 രൂപ പെൻഷനും ലഭിക്കുന്നതായിരിക്കും എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 60 വയസ്സ് പൂർത്തീകരിച്ച എന്നെപ്പോലെയുള്ള ആളുകൾക്ക് 70 വയസ്സായ എനിക്ക് അതാത് മാസം കിട്ടേണ്ട പെൻഷൻ 1,000 രൂപ മാത്രമാണ് അതിനകത്ത് പെൻഷൻ കിട്ടുന്നുള്ളൂ.
അത് ഞങ്ങളുടെ പൈസ ഇതേ രീതിയിൽ സേവ് ചെയ്തിട്ട് 1000 രൂപ കിട്ടുന്നുള്ളൂ. പെൻഷനും ആനുകൂല്യങ്ങളും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുക, കാർഷിക മേഖലയ്ക്ക് വകയിരുത്തുന്ന തുകയിൽ 10% അടങ്കൽ തുക എന്നത് 20% ഉയർത്തുക, പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ 6 മാസത്തിൽ ഒരിക്കൽ വിളിച്ചു ചേർക്കണമെന്ന് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പ്രാവർത്തികമാക്കുക എന്നീ ആവശ്യങ്ങളാണ് കേരള യുവജന കർഷക സമിതി ഉന്നയിച്ചത്. E1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. E1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ ഓണാഘോഷം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ വിവിധ സ്കൂളുകളിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ ഓണാഘോഷം ജാതി മതഭേദമന്യേ മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ നടന്നു. മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ വിവിധ സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സമയം തീരെ കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അധികം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാ സ്കൂളുകളിലും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു. എങ്ങനെയുണ്ട്? വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാളകം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിശ ബേസിൽ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ അധ്യാപകർക്കും ഇതിന്റെ ഭാരവാഹികളുടെ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓണക്കിറ്റ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിശ ബേസിൽ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷിബു സി കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി എൽദോസ്, പഞ്ചായത്ത് മെമ്പർമാരായ PM എൽദോ, മോൾസി എൽദോസ്, EV ജോർജ്, സൂസി പൗലോസ്, പ്രിൻസിപ്പൽമാരായ മാത്യു ഐസക്, ജിനു ഏലിയാസ്, ഹെഡ് മിസ്ട്രസ് ആനി ജോബ്, ജോയി M ജോർജ്, ദിവ്യ സതീഷ് എന്നിവർ പ്രസംഗിച്ചു. പൂക്കള മത്സരം, മെഗാ തിരുവാതിര, ഓണം ഘോഷയാത്ര, ഓണസദ്യ, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ CDSന്റെ ഓണ വിപണന മേളയ്ക്ക് തുടക്കം. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന മേള ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണ വിപണന മേളയ്ക്ക് തുടക്കമായി. മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മേള ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഓണം വൈബ് ഇങ്ങനെ മൂവാറ്റുപുഴ മുഴുവൻ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ ത്രിവേണി ഓണം വരുന്നു. വലിയൊരു സംഭവമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം.
അപ്പൊ ഇവിടെ ഈ കുടുംബശ്രീയുടെ ഓണം വിപണനം എല്ലാ ഓണത്തിനും നടക്കുന്നതാണ്. ഇത്തവണ വളരെ വിപുലമായ രീതിയിൽ പായസം എന്ന് പറയുന്ന ഏറ്റവും ഇത് തന്നെ കൈകൊണ്ട് ഉണ്ടാക്കി അത്രയും മധുരമുള്ള നല്ല രുചിയുള്ള പായസമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ വളരെ മനോഹരമായിട്ട് അവർ ഈ ഒരു സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബശ്രീയിലുള്ള എല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. അപ്പം ഈ ഒരു വിപണന മേളയിലേക്ക് മൂവാറ്റുപുഴ നഗരസഭയിലുള്ള ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. CDS ചെയർപേഴ്സൺ ധന്യ അരുൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അസം ബീഗം, CM ഷുക്കൂർ, രജിത P, ഷഹന മാഹിൻ, കൗൺസിലർമാരായ മനു പോൾ, ഷബീന, മുഹമ്മദ് ചെറുകപ്പിള്ളി, സജി ചാത്തങ്കണ്ടം, സജി TA, CDS മെമ്പർ സെക്രട്ടറി സുധീഷ്, നഗരസഭാ ജീവനക്കാർ, CDS, ADS, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കിയ വിവിധതരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, അച്ചാറുകൾ, പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ, ഓണക്കാല വിഭവങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ്. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന മേള ഓഗസ്റ്റ് 21 മുതൽ 25 വരെ മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് സമീപം പ്രവർത്തിക്കും. കുടുംബശ്രീ സംരംഭകർക്ക് വിപണി കണ്ടെത്തുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മേള സഹായകരമാകും. E1 Textile, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. കല്ലൂർക്കാട് തഴുവംകുന്ന് കക്കുഴിൽ റാത്തപ്പിളിൽ ജോസഫിന്റെ ഭാര്യ LC 70 നിര്യാതയായി. സംസ്കാരം നടത്തി പരേത മുള്ളരിങ്ങാട് മാടപ്പിളിൽ കുടുംബാംഗമാണ്. മക്കൾ മരീന, പരേതനായ ജിസ്മോൻ, മരുമകൻ നീരോലിക്കൽ സിബിൻ സാജു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.